മഴ പെയ്ത് പാടശേഖരങ്ങൾ ജലസമൃദ്ധമായതോടെ കടവല്ലൂർ മേഖലയിൽ വിരിപ്പു കൃഷി തുടങ്ങി. കൊരട്ടിക്കര, ഒറ്റപ്പിലാവ് തുടങ്ങിയ പാടങ്ങളിൽ 10 ഏക്കർ സ്ഥലത്താണ് ഇത്തവണ വിരിപ്പ് ഇറക്കുക. പതിവിൽ നിന്നും വ്യത്യസ്തമായി മിക്ക സ്ഥലത്തും നടിയിലാണ് നടത്തുന്നത്. ഇതിനുള്ള ഞാറ്റടികൾ തയ്യാറാക്കി കഴിഞ്ഞു. വിരിപ്പിന് വിതയ്ക്കലാണ് പതിവ്. ഇത്തവണ ഉണ്ടായ അതിവർഷമാണ് കൃഷിരീതി മാറ്റാൻ കാരണമായത്. നടിയിൽ കൂലിച്ചെലവ് കൂട്ടുമെങ്കിലും വളർച്ച വേഗത്തിലാക്കുമെന്ന് കർഷകർ പറഞ്ഞു. ഇപ്പോൾ ലഭിക്കുന്ന മഴയുടെ തോത് ഇത്തവണത്തെ കൃഷിക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. എന്നാൽ അമിതമഴ വിരിപ്പിന് ആപത്താണ്. നെല്ലുമുളച്ച് ഉയരം വരുന്നതിന് മുൻപ് പാടത്ത് വെള്ളക്കെട്ടുണ്ടായാൽ കൃഷി നശിക്കും. മുണ്ടകന് നൽകുന്ന പോലെ വിരിപ്പിന് കൃഷിവകുപ്പ് സൗജന്യമായി വിത്ത് നൽകുന്നില്ല. കിലോയ്ക്ക് 40 രൂപ നിരക്കിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്നും കർഷകർ നേരിട്ടാണ് വിത്ത് വാങ്ങുന്നത്. 850 ഏക്കർ നെൽവയലും 500ഓളം നെൽകർഷകരുമുള്ള കടവല്ലൂരിൽ ചെറിയ ശതമാനം മാത്രമാണ് വിരിപ്പു കൃഷിക്ക് തയ്യാറാകുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ മൂലമാണ് കടവല്ലൂരിലെ കർഷകർ വിരിപ്പു കൃഷിയിൽ നിന്നും പിൻവാങ്ങിയത്. വെള്ളക്കെട്ടും കണ്ടങ്ങളിൽ വൻതോതിൽ വളരുന്ന പുല്ലുകളുമാണ് പ്രധാന ഭീഷണി. വിരിപ്പ് കൊയ്ത നെല്ല് കൃത്യമായി സംഭരിക്കാത്തതും തിരിച്ചടിയാണ്. മഴക്കാലമായതിനാൽ നെല്ല് സൂക്ഷിക്കാനും സംരക്ഷിക്കാനും അധിക ചെലവ് വരും. ഇതെല്ലാം വിരിപ്പു കൃഷി ഉപേക്ഷിക്കാൻ കാരണമായി. TCV ന്യൂസ്, കുന്നംകുളം.